Justice P. Sadashivam, Honorable Governor of Kerala, Your Holiness, Catholicos, Your Beatitude, Metropolitan Deacon, Your Graces, Reverend Fathers, and dear brothers and sisters. I stand before you not as the Chief Secretary of Canada, but as a proud son of Malankara Orthodox Church. It's my great privilege to stand before you in a place where the prayers, the melodious songs still reverberate. Let us at the outset pay homage to all those great leaders, from Joseph Mar Dionysius II to all the priests, all the metropolitans, all the members of the faculty and the principals who shaped this seminary, who shaped the lives of many priests, who sanctified the lives of tens of thousands of people of this stage. Friends, may I now seek the permission of the Honorable Governor to switch over to Malayalam. പ്രിയപ്പെട്ട സ്നേഹിതരെ, ഈ ഓർത്തഡോക്സ് തിയോളജിക്കൽ സെമിനാരിയുടെ 200 വർഷം പിന്നിടുന്ന ഈ അവസരത്തിൽ ദീർഘമായ ഒരു പ്രസംഗത്തിനുള്ള സമയമില്ല എന്നെനിക്കറിയാം. എങ്കിലും ഈ അവസരം നമുക്ക് ഒരു ആത്മപരിശോധന നടത്താനുള്ള സമയമാണ് എന്ന് വിചാരിക്കുന്നു. നമ്മുടെ സഭയുടെ ദൗത്യം എന്ത് എന്ന് ചിന്തിക്കേണ്ടുന്ന ഒരു സന്ദർഭമാണ് ഇത് എന്ന് ഞാൻ കരുതുന്നു. നിങ്ങൾ ബില്ലി ഗ്രഹാം എന്ന പ്രസിദ്ധ സുവിശേഷകനെ കുറിച്ച് കേട്ടിട്ടുണ്ടാവാം. അദ്ദേഹം ഒരിക്കൽ അമേരിക്കയിൽ അടുത്തുള്ള ഹാലിഫാക്സ് എന്ന് പറഞ്ഞ സ്ഥലത്ത് സുവിശേഷ പ്രചരണത്തിന് പോയി. അദ്ദേഹം പങ്കെടുക്കേണ്ടുന്ന ദിവസത്തിന് മുമ്പ് 2 ദിവസം മുമ്പേ അദ്ദേഹം അവിടെ എത്തിച്ചേർന്നു. സുവിശേഷ യോഗം നടക്കുന്ന സ്ഥലത്ത് 2 ദിവസം മുമ്പേ എത്തിയത് കൊണ്ട് പലരും അദ്ദേഹത്തെ തിരിച്ചറിഞ്ഞില്ല. അപ്പോൾ സുവിശേഷം പ്രസംഗം നടക്കുന്ന സ്ഥലത്ത് അദ്ദേഹം പിന്നിൽ ഒരു സ്ഥലത്ത് പോയിരുന്നു. അവിടെ വേറൊരു സുവിശേഷ പ്രസംഗം പ്രസംഗിക്കുകയായിരുന്നു. അപ്പൊ അദ്ദേഹം പ്രസംഗിച്ചു. ആ പ്രസംഗിച്ചെല്ലാം കഴിഞ്ഞപ്പോൾ പറഞ്ഞു, കർത്താവിൽ വിശ്വസിക്കുന്നവരുണ്ട്, അവനെ ഏറ്റുപറയാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ അവർ മുന്നോട്ട് വരണം എന്ന് പറഞ്ഞു. അപ്പോൾ കുറെ പേരൊക്കെ മുന്നോട്ട് ചെന്നു. അപ്പോൾ ബില്ലി ഗ്രഹാം ഇരിക്കുന്നതിന്റെ അടുത്ത ഒരാൾ ഇരിപ്പുണ്ടായിരുന്നു. അദ്ദേഹം ഒന്ന് എഴുന്നേറ്റു. പോകണമോ എന്നൊന്ന് സംശയിച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇരുന്നു. അപ്പോൾ ബില്ലി ഗ്രഹാം അദ്ദേഹത്തോട് ചോദിച്ചു, മുന്നോട്ട് പോകുന്നോ? ഞാൻ വേണമെങ്കിൽ കൂട്ടിന് വരാം എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, വേണ്ട, ഇന്ന് വേണ്ട, 2 ദിവസം കഴിഞ്ഞ് ബില്ലി ഗ്രഹാം എന്ന് പറഞ്ഞ ഒരു വൻ ടോപ്പ് കൂടെ പ്രസംഗിക്കാൻ വരുന്നുണ്ട്, അദ്ദേഹത്തിന്റെ പ്രസംഗം കൂടെ കേട്ടിട്ട് തീരുമാനിക്കാം എന്ന് പറഞ്ഞു. നമ്മളൊക്കെ ഇതുപോലെ വൻ തോക്കുകൾ വന്നാൽ നമ്മളോട് വചന പ്രഘോഷണം നടത്തണം, അത് കേട്ടിട്ട് ക്രിസ്തുവിനെ സ്വീകരിക്കണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കാമെന്ന് വിചാരിക്കുന്നവരാണ് നമ്മളിൽ കൂടുതലും. നോക്കൂ, കർത്താവിനെ സ്വീകരിക്കാൻ, അവനെ ഏറ്റുപറയാൻ വൻ തോക്കുകളെ ഒന്നും ആവശ്യമില്ല. അതൊക്കെ നമുക്ക് സ്വയം ചെയ്യേണ്ട കാര്യങ്ങളാണ്. കാരണം ഇത് നമ്മുടെ ഒരു ദൗത്യമാണ്. കർത്താവ് മത്തായിയുടെ സുവിശേഷത്തിൽ കർത്താവ് ഇസ്രായേൽ ഗൃഹത്തിലെ നഷ്ടപ്പെട്ടു പോയ ആളുകളെ കുറിച്ചേ പറയുന്നുള്ളൂ. ലൂക്കോസിന്റെ സുവിശേഷം 9-10 അധ്യായങ്ങൾ വരുമ്പോൾ കുറച്ചുകൂടി വലിയ ഒരു സുവിശേഷ ദൗത്യം ഒക്കെ പറയുന്നത് കാണാം. അവിടെ അദ്ദേഹം 70 പേരെ നിയമിക്കുകയാണ്, അറിയിപ്പുകാരെ. അവരോട് ലോകമെമ്പാടും പോയി സുവിശേഷം പറയുകയാണ്. നമുക്കറിയാം, കർത്താവിന്റെ അന്ത്യക്കാരൻ നടക്കുന്ന സമയത്ത് അദ്ദേഹം അപ്പവും വീഞ്ഞും എടുത്ത് വാഴ്ത്തി നുറുക്കി ശിഷ്യന്മാർക്ക് കൊടുത്തു. എന്റെ ഓർമ്മയ്ക്കായി ഇപ്രകാരം ചെയ്യുകയെന്ന് പറഞ്ഞു. അന്ന് 70 പേരുണ്ടായിരുന്നില്ല, 12 പേരെ ഉണ്ടായിരുന്നു. ശിഷ്യന്മാർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതാണ് ക്ലർജിയുടെ ജോലി. അവർ എല്ലാ ദിവസവും എല്ലാ ഞായറാഴ്ചകളിൽ നിന്നും വിശുദ്ധ കുർബാന അർപ്പിച്ച് കർത്താവിന്റെ കർത്താവ് പറഞ്ഞതനുസരിച്ച് ചെയ്യുക. അത് അവരുടെ ജോലിയാണ്, നമ്മുടെ ജോലിയല്ല. ഈ 70 പേരെന്ന് പറഞ്ഞത് 70 അന്നത്തെ വിശ്വാസം അനുസരിച്ച് ലോകത്തിൽ 70 രാജ്യങ്ങളുണ്ടെന്നാണ്. അപ്പോൾ ലോകമെമ്പാടും സുവിശേഷം പ്രചരിപ്പിക്കാനുള്ള ദൗത്യമാണ് 70 പേർക്ക് കൊടുത്തത്. അങ്ങനെയുള്ള ദൗത്യം, ആ ദൗത്യം ഏറ്റെടുക്കേണ്ടവരാണ് ഞാനും നിങ്ങളും എന്ന് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. കാരണം മറ്റുള്ളവരെ കർത്താവിലേക്ക് കൊണ്ടുവരിക എന്ന് പറയുന്നത്
അതൊരു ബിബ്ലിക്കൽ ഇംപെറേറ്റീവ് ആണ്. നമുക്കറിയാം, ആദ്യം അന്ത്രയോസാണ് കർത്താവ് കാണുന്നത്. ആദ്യം അവൻ ചെന്ന് ശിമോനെ വിളിക്കുകയാണ്. അതൊരു ദൗത്യം കാണിക്കുകയാണ്. ഇന്ന് ക്രൈസ്തവ സഭയുടെ ഏറ്റവും വലിയ ദൗത്യം എന്ന് പറയുന്നത് സുവിശേഷം പ്രചരിപ്പിക്കുകയാണ്, ഗോസ്പെൽ പ്രചരിപ്പിക്കുകയാണ്. ഗോസ്പെൽ എന്ന വാക്ക് നോക്കുക, GOSPEL, ഗോ ആൻഡ് സ്പെൽ എന്നാണ് അതിന്റെ അർത്ഥം. ഗോ ആൻഡ് സ്പെൽ, ഇതാണ് നമ്മുടെ ഓരോരുത്തരുടെയും ദൗത്യം എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇത് എങ്ങനെ സാധിക്കും എന്നുള്ളതാണ് ഇപ്പോൾ ഞാൻ ആലോചിക്കുന്നത്. ഇതിന് 3 മാർഗങ്ങളുണ്ട്. ഒന്ന് പേഴ്സണൽ ഇവാഞ്ചലിസം, 2 ചർച്ച് ഇവാഞ്ചലിസം, 3 മാസ് ഇവാഞ്ചലിസം. മാസ് ഇവാഞ്ചലിസം എന്താണെന്ന് നമുക്കറിയാം. ഇനി അടുത്ത 2 മാസങ്ങളിൽ കേരളമെമ്പാടും വചന പ്രഘോഷണങ്ങളുടെ ഒരു നീണ്ട പരമ്പര തന്നെയായിരിക്കും. അതൊക്കെ മാസ് ഇവാഞ്ചലിസമാണ്. പേഴ്സണൽ ഇവാഞ്ചലിസം ചെയ്യാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കും. അതിന് ക്ലർജിയുടെ ഒന്നും സഹായം ആവശ്യമില്ല. ഞാനൊരു സംഭവം പറയട്ടെ. ടോമി എന്ന പേരുള്ള ഒരു പിഞ്ചു ബാലനുണ്ടായിരുന്നു. അവൻ ജനിച്ചപ്പോൾ അവന്റെ 2 കാലുകളും തളർന്നു പോയ അവസ്ഥയിലായിരുന്നു. ആ കുഞ്ഞിനെ വളർത്താൻ അവരുടെ മാതാപിതാക്കൾക്ക് മനസ്സിലാത്തത് കൊണ്ട് അവർ തെരുവിൽ അവനെ ഉപേക്ഷിച്ചു. അപ്പോൾ ഒരു പാവപ്പെട്ട വിധവ ആ കുഞ്ഞിനെ കണ്ടിട്ട് അവനെ ഏറ്റെടുത്ത് സ്വന്തം ഫ്ലാറ്റിൽ കൊണ്ടുപോയി. വലിയ കെൽപ്പുകളൊന്നും ഉണ്ടായിരുന്നില്ല പാവപ്പെട്ട വിധവയ്ക്ക്. അവൻ അവിടെ ഈ കുഞ്ഞിനെ ഒരു മുറിയിൽ ഒരു ജനാലക്കടുത്തുള്ള കട്ടിലിൽ കിടത്തി പരിചരിച്ചു പോന്നു. അങ്ങനെ ഒരു ദിവസം ആ ടോമിയുടെ ബർത്ത്ഡേ വന്നു. അത് ആഘോഷിക്കാൻ വേണ്ടിയിട്ട് കൂട്ടുകാരൊക്കെ വന്നപ്പോൾ എന്ത് സമ്മാനമാണ് നിനക്ക് വേണ്ടത് എന്ന് ചോദിച്ചു. അപ്പോൾ ടോമി പറഞ്ഞു, എനിക്ക് ഒരു സമ്മാനം വേണം. എല്ലാവരോടും കരുണ കാണിക്കുന്ന, എല്ലാവരെയും സ്നേഹിക്കുന്ന, എല്ലാവരും മറ്റുള്ളവർക്ക് വേണ്ടി മാറ്റി വെക്കുന്ന ഒരാളുടെ ജീവിത കഥയുണ്ടെങ്കിൽ ആ ഒരു പുസ്തകം എനിക്ക് കിട്ടിയാൽ കൊള്ളാമെന്ന് പറഞ്ഞു. അപ്പോൾ ആ കൂട്ടുകാരൻ അവരെ അങ്ങനെ ഒരു പുസ്തകം തപ്പി പോയപ്പോൾ പുസ്തകമൊന്നും കിട്ടിയില്ല. അങ്ങനെ പോയി ബുക്ക് സ്റ്റോളിൽ ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞു, ഒരു പുസ്തകമുണ്ട്, അത് ലോകം എല്ലാവരെയും സ്നേഹിച്ച, എല്ലാ മറ്റുള്ളവർക്ക് വേണ്ടി പരിത്യജിച്ച ഒരാളുടെ കഥ ഈ പുസ്തകത്തിൽ ഉണ്ട്, ഇത് നീ കൊണ്ടുകൊടുക്കൂ എന്ന് പറഞ്ഞു. അത് പുതിയ നിയമമായിരുന്നു. അത് ടോമി അത് വായിച്ചപ്പോൾ അവന്റെ കണ്ണുകൾ നിറഞ്ഞു. അവനത് വായിച്ചു കഴിഞ്ഞപ്പോൾ അവനെ ജൽഗുൾ നോക്കുമ്പോൾ താഴെ ഒരുപാട് ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടക്കുന്നുണ്ട്, പോകുന്നുണ്ട്. അതൊരു തെരുവിന്റെ അടുത്താണ് ആ വീട്. അപ്പോൾ ഈ പുസ്തകം വായിച്ചപ്പോൾ അവന് ആ വലിയ ആവേശം വന്നിട്ട് ചെറിയ തുണ്ടും കടലാസുകളിൽ അതിൽ വായിച്ച വാക്യങ്ങൾ അതിൽ അവൻ എഴുതിയിട്ട് ജനാലയിൽ കൂടി പറത്തി വിട്ടു. അപ്പോൾ ആളുകൾ നോക്കുമ്പോൾ മോളിൽ നിന്നും കുറെ തുണ്ട് കടലാസുകൾ വരുന്നു. അത് ഓരോരുത്തരും വായിക്കുമ്പോൾ അത് ബൈബിളിലെ വചനങ്ങളായിരുന്നു. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ഒരു വലിയ ധനാഢ്യനായ വ്യക്തി അതുവഴി പോയി. അയാൾക്ക് കിട്ടിയ ഒരു തുണ്ട് കടലാസ്. അയാൾ വായിച്ചപ്പോൾ അതിൽ എഴുതിയിരുന്ന വാക്യം വായിച്ചപ്പോൾ അയാൾ വികാര വിവശനായി. അത് അദ്ദേഹത്തിന്റെ ജീവിതത്തെ മാറ്റിമറിച്ചു. അത് കഴിഞ്ഞ് വീണ്ടും അദ്ദേഹം വിചാരിച്ചു, ഇത് എവിടെ നിന്നും വന്നതായിരിക്കും, ഇത് സ്വർഗലോകത്തിൽ നിന്നും വല്ലതും അയച്ച കടലാസാണോ എന്ന് അന്വേഷിക്കാൻ വേണ്ടിയിട്ട് പിറ്റേ ദിവസം വീണ്ടും അവിടെ വന്നു. അപ്പോഴും കാണുന്നു മുകളിലത്തെ നിലയിൽ നിന്നും തുണ്ട് കടലാസുകൾ പറക്കുന്നത്. അത് കണ്ട് ആരായിരിക്കും ഇത് ചെയ്യുന്നതെന്ന് വിചാരിച്ച് അദ്ദേഹം അവിടെ ചെന്നു നോക്കുമ്പോൾ കണ്ട കാഴ്ച 2 കാലം തളർന്നു കിടക്കുന്ന ഒരു കുഞ്ഞ് പേപ്പറിൽ ചെറിയ വാക്യങ്ങൾ എഴുതി ജനാലയിൽ കൂടി നിക്ഷേപിക്കുന്നതാണ് അദ്ദേഹം കണ്ടത്. അത് അദ്ദേഹത്തിന്റെ മനസ്സലിയിച്ചു. അദ്ദേഹം പറഞ്ഞു, ഞാൻ ഈ കുഞ്ഞിനെ ഏറ്റെടുത്തു കൊള്ളാം, ഞാൻ ഇവനെ കൊണ്ട് വളർത്താം എന്ന് ആ വിധവയോട് പറഞ്ഞു. അപ്പോൾ ടോമി ചോദിച്ചു, അങ്കിൾ അവിടെ വന്നാൽ, അങ്ങയുടെ വീട്ടിൽ വന്നാൽ എനിക്ക് ഇതുപോലെ ഒരുപാട് പേരെ കാണാൻ സാധിക്കുമോ? അങ്ങയുടെ ജനാലയിൽ കൂടി നോക്കിയാൽ ഇതുപോലെ ആളുകൾ നടന്നു പോകുന്നത് കാണാൻ സാധിക്കുമോ? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇല്ല, എന്തൊരു വലിയ കൊട്ടാരമാണ്, അവിടെ നിങ്ങൾക്ക് കൂടിപ്പോയാൽ വല്ല ഗാർഡനേഴ്സ് ഒക്കെ പോകുന്നത് കാണാൻ സാധിക്കും, തോട്ടക്കാരെ കാണാൻ സാധിക്കും, പക്ഷെ ജനങ്ങളെ ഒന്നും കാണാൻ സാധിക്കുകയില്ല. അത് അത്രയ്ക്ക് വലിയ വീടാണ്, അത് ഒരു 2 ഏക്കറിന് അകത്തുള്ളൊരു വീടാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ടോമി പറഞ്ഞു, അത് വേണ്ട, എനിക്ക് ഇത് മതി, എനിക്ക് ഇവിടെ ഇരുന്നാൽ ഇങ്ങനെ കഥാസുകൾ എഴുതി അയക്കിടാം, അത് ഒരുപാട് പേർക്ക് അത് വായിച്ച് അത് കേട്ടിട്ട് അവർക്ക് അത് എന്താണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും എന്ന് പറഞ്ഞ ആ കുഞ്ഞ് ആ ഓഫർ നിരാകരിച്ചു. ഇതൊരു സംഭവ കഥയാണ്. ഇത് നിങ്ങൾ ഇന്റർനെറ്റ് നോക്കുകയാണെങ്കിൽ ടോമീസ് വിൻഡോ www.tommyswindow നോക്കിയാൽ ഇതിനെ കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഇത് പേഴ്സണൽ ഇവാഞ്ചലിസമാണ്. 2 കാലുകൾ തളർന്ന ഒരു കുഞ്ഞിന് ഇതേപോലെ കടലാസുകളിൽ കൂടി കർത്താവിന്റെ വചനം പ്രചരിപ്പിക്കാൻ കഴിയുമെങ്കിൽ 2 കാലും 2 കൈയുമുള്ള
മറ്റൊരു ശാരീരിക വൈകല്യവും ഇല്ലാതെ നമുക്ക് എന്തുകൊണ്ട് സാധ്യമാകുന്നില്ല? ഇതാണ് പേഴ്സണൽ ഇവാഞ്ചലിസം. ഈ പേഴ്സണൽ ഇവാഞ്ചലിസം ആണ് പ്രിയപ്പെട്ട സഹോദരി സഹോദരങ്ങളെ നമ്മൾ ഓരോരുത്തരും ചെയ്യേണ്ടത് എന്ന് ഞാൻ ഓർമ്മിപ്പിക്കുന്നു. ഇനി രണ്ട് ചർച്ച് ഇവാഞ്ചലിസമാണ്. എന്ത് കുന്തമാണ് എന്ന് വേണമെങ്കിൽ നിങ്ങൾ ചോദിക്കും. ചർച്ച് ഇവാഞ്ചലിസം എന്ന് പറയാൻ മറ്റൊന്നുമല്ല. നോക്കൂ, ഒരിക്കൽ ഒരു സെൽവിൻ ഹ്യൂസ് എന്ന് പറഞ്ഞ ഒരു വലിയ മിഷണറി ഒരിക്കൽ കാനഡയിൽ പോയി. അദ്ദേഹം അവിടെ പള്ളിയിൽ പ്രസംഗിക്കാൻ പോയി. പള്ളിയിൽ ചെന്ന് കണ്ടപ്പോൾ അദ്ദേഹത്തിന് വലിയ സങ്കടമായി. കാരണം ആ പള്ളിയിൽ ചെന്നപ്പോൾ അവിടെ ആരും പ്രാർത്ഥിക്കുന്നില്ല. എല്ലാവരും ചുമ്മാതെ ചുണ്ടുകൾ അനക്കുന്നു. ചുമ്മാ നീങ്ങുന്ന ചുണ്ടുകളുമായി നിൽക്കുന്ന ആൾക്കാർ യാതൊരു ഇൻസ്പിറേഷനും ഇല്ലാത്ത ഈ പള്ളിയിൽ പ്രസംഗിക്കാൻ വന്നല്ലോ എന്ന് അദ്ദേഹം വിചാരിച്ച് അന്ന് അദ്ദേഹം അവിടെ സ്ഥലം വിട്ടു. വീണ്ടും 10 വർഷം കഴിഞ്ഞ് വീണ്ടും അദ്ദേഹം അവിടെ പോയി. അപ്പോൾ കണ്ട കാഴ്ച വളരെ വ്യത്യസ്തമായ ഒന്നായിരുന്നു. അന്ന് നോക്കുമ്പോൾ പള്ളിയിൽ വലിയ മാറ്റം. എല്ലാവരും ആരാധനയിൽ പങ്കെടുക്കുന്നു, എല്ലാവരും വാതുറന്ന് പ്രാർത്ഥിക്കുന്നു, എല്ലാവരും പരസ്പരം കണ്ട് കൈകൾ കൊടുക്കുന്നു, ആശ്ലേഷിക്കുന്നു. എന്തൊരു വ്യതിയാനം എന്ന് വിചാരിച്ചു. അപ്പൊ അദ്ദേഹം ചോദിച്ചു, ഈ മാറ്റത്തിന് കാരണം എന്താണ്? അപ്പോൾ അതിൽ വളരെ ഉയർന്ന സീനിയർ ആയിട്ടുള്ള ഒരു മെമ്പർ പറഞ്ഞു, സർ, ഞങ്ങളുടെ മാറ്റത്തിന് കാരണമുണ്ടായി. കാരണം ഒരിക്കൽ ഞങ്ങളുടെ പള്ളിയിൽ ഒരു പെൺകുട്ടി വന്നു. അവൾ ഞങ്ങളുടെ മെമ്പറായിരുന്നില്ല. ആ പെൺകുട്ടി ഗർഭിണിയായിരുന്നു. അപ്പോൾ ഒറ്റ നോട്ടത്തിൽ തന്നെ മനസ്സിലായി അവൾ കല്യാണം കഴിച്ചിട്ടില്ല, ചെറിയ പെൺകുട്ടിയാണ്. അപ്പോൾ ഞങ്ങളെല്ലാവരും അവളെ അവജ്ഞയോടെ നോക്കി. അവളെ ഞങ്ങൾ ആരും കൈക്കൊണ്ടില്ല. അത് കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഒരു പെൺകുട്ടിയുടെ മൃതദേഹം അടുത്തുള്ള ഒരു മലയിടുക്കിൽ കിടക്കുന്നതായി അറിഞ്ഞു. ഞങ്ങൾ ചെന്ന് നോക്കിയപ്പോൾ അന്ന് ഞങ്ങളുടെ പള്ളിയിൽ വന്ന കുട്ടി തന്നെയായിരുന്നു. അപ്പോൾ അവരുടെ കയ്യിൽ ഒരു കുറിപ്പുണ്ടായിരുന്നു. ഒരു കടലാസ് കഷ്ണത്തിൽ എഴുതിയിരുന്നു, നോബഡി കെയർഡ്, ആരും എന്നെ ഗൗനിച്ചില്ല എന്ന്. അത് വായിച്ചപ്പോൾ ഞങ്ങൾക്ക് സങ്കടം തോന്നി. ഞങ്ങളുടെ പള്ളിയിൽ വന്ന ഒരു പെൺകുട്ടിയെ ഞങ്ങൾ ഗൗനിച്ചില്ലല്ലോ, അവളുടെ വിഷമം എന്തെന്ന് അറിഞ്ഞില്ലല്ലോ, അവളുടെ കഥ എന്താണെന്ന് തിരക്കിയില്ലല്ലോ. അതിൽ ഞങ്ങൾക്ക് വലിയ ദുഃഖം തോന്നി. അത് കാരണം ഞങ്ങൾ തീരുമാനിച്ചു, ഇനി മേലാലും ഇത് ആവർത്തിക്കില്ല. ഞങ്ങളുടെ പള്ളിയിൽ വരുന്ന ആര് വന്നാലും അവരെ ഞങ്ങൾ ഗൗനിക്കും, അവരോട് ഞങ്ങൾ ആരായും, അവരുടെ വിഷമം എന്താണെന്ന് അന്വേഷിക്കും, അവരുടെ ദുഃഖത്തിൽ ഞങ്ങൾ പങ്കുചെയ്യും, അവരുടെ വൃത്യക്ഷയങ്ങളിൽ ഞങ്ങൾ ഭാഗഭാക്കാവും. അങ്ങനെ ഞങ്ങൾ തീരുമാനിച്ചു. അതിന്റെ വ്യത്യാസമാണ് ഈ കാണുന്നത് എന്ന് പറഞ്ഞു. പ്രിയപ്പെട്ടവർ, ഇതാണ് ചർച്ച് ഇവാഞ്ചലിസം. ഇന്ന് പള്ളിയിൽ പോയി നോക്കുക, ആളുകൾ പ്രാർത്ഥിക്കാൻ വരുന്നു. വെറും ഒരു ചടങ്ങ് എന്ന നിലയിൽ ആരും ഹൃദയം തുറന്ന് സംസാരിക്കുന്നില്ല, പ്രാർത്ഥിക്കുന്നില്ല. പ്രാർത്ഥന കഴിഞ്ഞാൽ എല്ലാവരും വാശ നോക്കി നിൽക്കുക. 8 മണി വഴി കുർബാന നിങ്ങൾക്ക് സമാധാനത്താലേ പോകുമെന്ന് അച്ഛൻ പറയണ്ട. അതിനു മുമ്പ് എല്ലാവരും ഓടിപ്പോകും. ആരും അങ്ങോട്ട് പോയിട്ട് മറ്റുള്ളവരോട് ചോദിക്കുന്നില്ല, എന്താണ് നിങ്ങളുടെ പ്രശ്നം എന്ന് അന്വേഷിക്കുന്നില്ല. അവരുടെ സുഖദുഃഖങ്ങളിൽ പങ്കാളികളാകുന്നില്ല, അവരുടെ പ്രത്യക്ഷങ്ങളിൽ ഭാഗഭാഗികളാകുന്നില്ല. ഇത് ചർച്ച് ഇവാഞ്ചലിസം അല്ല. ഇത് മാറണം. ഇതാണ് ചർച്ച് ഇവാഞ്ചലിസം എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇങ്ങനെ മാറണം എന്നുള്ളതാണ് ഈ ചർച്ച് ഇവാഞ്ചലിസം എന്ന് പറഞ്ഞ വാക്കുകൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത്. ലോകം മുഴുവനും സുവിശേഷം പ്രചരിപ്പിക്കാനുള്ള ആഹ്വാനമാണ് സഭയുടെ മാൻഡേറ്റ്. അത് ചെയ്യാത്ത സഭ മറ്റെന്തായാലും കാതോലികവും ശൈലികവും ആവുകയില്ല എന്ന് ഞാൻ ഓർമ്മിപ്പിക്കുന്നു. പ്രിയപ്പെട്ടവരെ, പഴയ നിയമം നോക്കുക. പഴയ നിയമത്തിൽ ദൈവം മിഷണറിയായ ദൈവമായിരുന്നു. ഒരു കുടുംബത്തെ ദൈവം സെലക്ട് ചെയ്തു, എല്ലാ കുടുംബങ്ങളെയും സമുദ്ധരിക്കാനായി. പുതിയ നിയമത്തിലേക്ക് ക്രിസ്തു എന്ന് പറയുന്ന മിഷണറിയായ ക്രിസ്തുവാണ്. അപ്പോസ്തല പ്രവൃത്തിയിൽ നാം പരിചയപ്പെടുന്ന റൂഹ, അതും മിഷണറിയായ റൂഹയാണ്. ലേഖനങ്ങളിൽ കൂടി നമുക്കറിയാം, ലോകമെമ്പാടും സഭ പ്രചരിപ്പിക്കാൻ ആഹ്വാനമാണ് ലേഖനങ്ങളിൽ കൂടി നാം കാണുന്നത്. പിന്നെ വെളിപാട് പുസ്തകം നോക്കിയാൽ അവിടെയും ഒരു ആഗോള സഭയാണ് ക്ലൈമാക്സ്. അപ്പൊ അതിന്റെ അർത്ഥം, ഈ വിശുദ്ധ വേദപുസ്തകം എന്ന് പറയുന്നത്, അതിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത്, അത് ലോകമെമ്പാടും സുവിശേഷം പ്രചരിപ്പിക്കുക എന്നുള്ളതാണ്. അതാണ് സഭയുടെ ദൗത്യം. ആ ദൗത്യം പൂർത്തിയാകുമ്പോൾ നാം ഓരോരുത്തരും നമ്മുടെ കർത്താവിന്റെ പൂർണ്ണ പ്രതിബിംബമായി മാറും. അവന്റെ ഒരു പരിച്ഛേദമായി നാം മാറും. അങ്ങനെ മാറണം. അങ്ങനെ മാറുമ്പോൾ നാം എല്ലാ സുഖഭോഗങ്ങളുടെ പുറകെ ഓടി നടക്കില്ല. നാം നമ്മുടെ ദൈവത്തെ കണ്ടെത്തും, അവനെ തിരിച്ചറിയും. അങ്ങനെ പറയുമ്പോൾ ഞാനൊരു ക്രൈസ്തവനാണ് എന്ന് പറയാൻ നമുക്ക് സമയം കിട്ടും. ഞാൻ ക്രൈസ്തവനാണ്. When I say I am a Christian, I am not shouting that I am a clean person. I am whispering that I was lost, but now I have been found and forgiven. When I say I am a Christian, I don't speak this with pride. I am confessing that I stumble and I need Christ to be my guide. When I say that I am a Christian, I am not trying to be strong. I am professing that I am weak and I need God's strength to carry on. When I say that I am a Christian, I
I'm not bagging of success. I am admitting that I have failed and need God to clean my mess. When I say I'm a Christian, I'm not claiming to be perfect. My flaws are too many, too wide visible, but God believes that I am worth it. When I say I'm a Christian, I still feel the stings of pain. I have my share of heartaches as I call upon His name. And when I say I'm a Christian, I'm not holier than thou. I'm a simple believer who received God's grace somehow. Friends, let us be blessed. Let us be a blessing to others. That will be the ultimate mission of this church. Thanks very much. അമ്മയായ മലയാളത്തെയും അമ്മയായ മലങ്കര ഓർത്തഡോക്സ് സഭയെയും അതിലുപരി ക്രിസ്തുവിലും നമുക്ക് പുനഃസമർപ്പിക്കാം. ശ്രീ ജിജി തോമസൺ IAS His Holiness the Father Tirumani Basilios Mortimer Paulus II, the patron and